അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൊരു ഹോം സ്റ്റേ കാണാൻ പോയി. ഹോം സ്റ്റേ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ അരുവത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. നമ്മുടെ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മളെ ഒരു സുഹൃത്തിന്റെ ആണ് സംഭവം. അപ്പോൾ നമ്മളെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മ നാട്ടിലേക്ക് നേരെ പോയിരുന്നു കേട്ടാ. എല്ലാരും ഉണ്ട്. നവല വന്നിട്ടാ. നവലിന് ട്യൂഷൻ ഉണ്ടോ? നമ്മൾ ട്യൂഷൻ പോയിരുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ പോയിട്ട് അതൊന്ന് നോക്കാം, കാണാം. ഓക്കെ, വാ. ഇപ്രാവശ്യം മാവെല്ലാം പൂത്തി അല്ലേ. അപ്പൊ നമ്മുടെ ഹോം സ്റ്റേ എത്താൻ പോന്നു. അങ്ങനെ എത്തി കേട്ടാ. അപ്പൊ ഇതാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പിന്നെ കാര്യങ്ങൾ ഇതാണ് കേട്ടോ. ഇംഗ്ലീഷ് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നടന്നോ. കൊളംബ വിൽസ് ഹോം സ്റ്റേ അല്ലേ. നല്ല പ്രകൃതി രമണീയമായ ശാന്തമായ അന്തരീക്ഷത്തിൽ ആർക്കും വന്ന് താമസിക്കണമെങ്കിൽ ഒന്ന് താമസിക്കാം. നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ താമസിക്കാൻ പറ്റും. എൻ്റെ ഓണറുണ്ട് ഇവിടെ, നമുക്ക് ഓണറോടൊന്ന് സംസാരിക്കാം. നല്ല പച്ചപ്പിലാണ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുഴയെല്ലാം കാണിച്ചു തരാം. പുഴയുണ്ട്, ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലൊന്നും നമുക്ക് കാണാം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഉണ്ണിപ്രഭ എന്ന രാമാട്ടനാണ്. അപ്പോൾ മൈക്ക് നിർത്തിച്ചു. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചു. നമ്മൾ ഇവിടെ താമസിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച്. ആക്ച്വലി ഇത് ഒരു വർഷം, ഏകദേശം ഒരു വർഷമായി ഇത് നമ്മൾ ലിസ്റ്റിംഗ് ചെയ്തിട്ട്. അതിനിടയിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇതൊക്കെ ഇതിന്റെ ഈ ഒരു സ്ഥലം, അതാണ് ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നല്ലൊരു ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു വൈബ് ഇവിടെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു ദിവസം വരും. ഈ നിയറസ്റ്റ് ടൂറിസ്റ്റ് പോയിന്റുകളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് ജസ്റ്റ് കിടന്നിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കുക്കിംഗ് ചെയ്തിട്ട് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്, മനസ്സിലായത്. അപ്പോൾ Airbnb അതുപോലെ അഗോഡ ത്രൂ ഒക്കെ അവരെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് അവർ ത്രൂ ആണ് ബുക്കിംഗ്. ഡയറക്റ്റ് ബുക്കിംഗ് ആരും വരുന്നില്ല. അപ്പൊ ഞാൻ അവര് എന്റർടൈൻമെന്റ് ചെയ്യാറുമില്ല ഡയറക്റ്റ് ബുക്കിംഗ്, മനസ്സിലായി. കാരണം നമ്മൾക്ക് അത് ത്രൂ വരികയാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള എന്താണ് റിവ്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് അറിയുന്നില്ല. പബ്ലിക് അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ത്രൂ പോയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സാധാരണ ഡയറക്റ്റ് ബുക്കിംഗ് ഞാൻ സാധാരണ ചെയ്യാറില്ല. പിന്നെ അറിയുന്ന ആൾക്കാർ ചോദിച്ചാൽ കൊടുക്കുന്നല്ലാണ്ട് അത്രയേ ഉള്ളൂ. അപ്പൊ Airbnb ത്രൂവിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 4500 രൂപയോളം വരുന്ന ഒരു 4 പേര് അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിന്റെ ഈ ഫുൾ പ്രോപ്പർട്ടി ഞാൻ കൊടുക്കുന്നത്, ഇല്ലാണ്ട് ഒരു റൂമല്ല, മനസ്സിലായില്ലേ. എന്റെ ഏകദേശം ഒരു 3.5 ഏക്കർ ഉണ്ട്, പ്ലസ് ഈ ഒരു വീട്. അപ്പൊ ഇത് അവർക്ക് പ്രൈവറ്റ് ആണ്, വേറെ ആരും ഇതിനകത്ത് ഉണ്ടാവില്ല. അത് ഫുൾ ഫെസിലിറ്റീസ് അവർക്ക് യൂസ് ചെയ്യാം, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആൾക്കാർ കൂടുതൽ അത് താല്പര്യം. അതെ, പിന്നെ ഇതിന്റെ ഒരു സൈഡ് പുഴയാണ്. പിന്നെ ഇത് മൊത്തം അടയ്ക്കയും അതുപോലെ തേങ്ങയും കൊണ്ടിട്ടുള്ള ഒരു നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ നമുക്ക് ഉള്ളിലെ റൂമും കാര്യങ്ങളും നമുക്ക് വേണം കാണാം. മെല്ലെ ഇതിന്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. കിച്ചൺ ഉണ്ടല്ലേ, ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. വേണ്ടുന്നവർക്ക് ഫുഡെല്ലാം ആക്കി കഴിക്കാം. നല്ല തണുപ്പല്ല ഉള്ളില്, അടിപൊളി. ഇവിടെ ബെഡ്റൂം അല്ലേ. അതിന്റെ പണികളുണ്ട് കേട്ടാ. മച്ചൽ നോക്കി അല്ല, പഴയ മരത്തോണ്ടാണ് ആക്കിയത്. അടിപൊളി, നല്ല തണുപ്പല്ലേ.
നല്ല തണുപ്പൂട്ടാണ് വേനൽക്കാലത്ത് വന്നിട്ട് താമസിക്കാൻ അടിപൊളിയാണ് അല്ലേ? മച്ച് ബാത്റൂമാണ്, അടിപൊളി ബാത്റൂം ഉണ്ട്, യൂറോപ്യൻ. ഇത് മരത്തിന്റെ കണിയല്ല അല്ലേ? അടിപൊളി, മുകളിൽ സൂപ്പറാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്തൊക്കെ നോക്കാൻ രസം ഉണ്ടാവൂലേ? സിനിമ ഷൂട്ടിങ് ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യത്തിൻ്റെ അല്ലേ? നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ നഗരത്തിൽ നിൽക്കുന്നവരിക്കും അല്ലേ? അച്ചു ഇവിടെ നിൽക്കുന്ന നല്ല നഗരപ്രദേശത്തിൽ നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കണമെങ്കിൽ അല്ലേ? അടിപൊളിയാണ് സംഭവം. വാ നമുക്ക് ഏറുമാടൽ പോയി നോക്കാൻ. നടക്ക് 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 താക്കി പോയല്ലേ? അതൊക്കെ അതൊക്കെ ഊഞ്ഞാല് അങ്ങനെയാണ്. അപ്പൊ നമ്മ പുഴയുടെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ണാത്തിപ്പുഴ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഇവിടെ ഒരു ഏറുമാടുണ്ട്. കയറിക്കണേ. നഷ്ടം വൈകിക്കും പേടി. അവര് ഇവിടെ ഇല്ലാതെ കയറിയിട്ടുണ്ട്. നഷ്ടം അങ്ങനെ കയറി പറ്റിയിട്ടുണ്ട്. ഓക്കെ, താത്തോടുത്താ നേരം താത്തോടുത്താ. പുഴ സൈഡ് ഒരു ഏറുമാടമില്ല. ഇവിടെ ഇരിക്ക വേണം, മീൻ പിടിക്കാം അല്ലേ? ചൂണ്ടിയിട ഇരിക്കണമില്ലേ? വേണം ഒരു പാട്ടെല്ലാം പാടാ, കവിത പാടാ അല്ലേ? അപ്പുറം കൈതപ്പം. കൈതപ്പം ദാമോദരൻ നമ്പൂതിരിയുടെ നാട്. പശു, ആ പശുണ്ട്. ഇതെല്ലാം ഇവരുടെ സ്ഥലം തന്നെയാണ്.